സോളിഡിന്റെ എസ് എന്ന് പറഞ്ഞത് സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്ന് വെച്ചാൽ പറയുന്ന പോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയെ ഒരു ക്ലാസ്സിന് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ബേസ് അതിന് മാത്രമേ ഈ സോളിഡ് പ്രിൻസിപ്പിൾ ബാധകമാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ അത് ക്ലാസ് അല്ലെങ്കിൽ നൗണിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ നൗൺസിനെ കണ്ടുപിടിക്കുന്നു, നൗൺസിന് ക്ലാസ്സസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ക്ലാസ്സിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൊടുക്കാതെ, ഫുഡ് ഡെലിവറി ആപ്പിന്റെ കാര്യം പറഞ്ഞു, ആ ഡെലിവറി ആപ്പിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് കൊടുക്കാതെ ഓരോ ആപ്പും ഓരോ ഫീച്ചറും എന്തെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് മാത്രം അറ്റാച്ച് ചെയ്യാം. അതിനെയാണ് സിംഗിൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കണം, ട്രാക്ക് ഓർഡർ ആണെങ്കിൽ ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരരുത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നെങ്കിൽ അത് പറയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഡെലിവറി റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഞങ്ങൾക്ക് പേയ്മെന്റ് പ്രോസസ് ചെയ്യാനില്ല, ക്യാഷ് ഡെലിവറി ആണ് എന്ന് പറഞ്ഞാൽ അവർ പറയാം, അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായി പോരെ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അങ്ങനെ പൊളിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊളിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സാധനമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ പിക്കിങ് പോലെ സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിംഗിൾ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് ഓ എന്ന് പറഞ്ഞത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ്, അതായത് പേരന്റ് ക്ലാസ്സിന് നിങ്ങൾ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പാടില്ല, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനേ പാടുള്ളൂ. അതിനകത്തുള്ള പുതിയ ഫീച്ചേഴ്സ് വേണമെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാം, എന്നാൽ പേരന്റിനൊന്നും പറയാൻ പാടില്ല. പേരന്റിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടും. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അറിയത്തില്ല. സോ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഫീച്ചേഴ്സ് ഡെവലപ്പ് ആവുകയാണ്.